യെസ് ഗൈസ്, കറൻ്റ്ലി ഇപ്പോൾ ഞാനുള്ളത് ബാംഗ്ലൂരിലാണ്. TCCയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എത്തിപ്പെട്ടതാണ്. വന്നിട്ട് 2 മാസമായി. ബാംഗ്ലൂർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. കഴിഞ്ഞ കൊല്ലം ഞാൻ ആദ്യമായിട്ട് കേരളത്തിന് പുറത്തോട്ട് തന്നെ പോരുന്നത്. അന്നേരമാണ് ഞാൻ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിലോട്ട് കെട്ടിയിരുന്നുള്ളത്. ഫുഡാണ് എല്ലാവർക്കും വരുന്നൊരു മെയിൻ ഫാക്ടർ. എൻ്റെ പേജിലാണ് വൈകുന്നേരത്തെ ഫുഡൊക്കെ ഏകദേശം ചപ്പാത്തി പൂരി അങ്ങനത്തെ ഇരുന്ന്. എൻ്റെ നാട്ടിൽ ഇടുക്കിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ കാണുന്നത് കുറേ റബ്ബർ മരവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ ഇങ്ങനെ കുപ്പ കിടക്കുന്ന പോലെ ഇങ്ങനെ ബിൽഡിങ് കിടക്കുക. ഒരു ദീർഘശ്വാസം എടുത്താൽ മൂക്കിലോട്ട് കയറുന്ന 1 കിലോ പൊടിയാണ്. എന്തും സഹിക്കാം. ഇവിടുത്തെ വെള്ളം ഉണ്ടല്ലോ, ക്ലോറിനാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് നമുക്ക് ഡൗട്ട് വരും. ചില സമയം നമ്മൾ മുടിയിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും നമ്മൾ ഈ പാറപ്പൊടി, നമ്മുടെ നാട്ടിലൊക്കെ പാറപ്പൊടി ഇങ്ങനെ, അല്ലെങ്കിൽ സിമെൻറ്റൊക്കെ എന്തെങ്കിലും പണി കഴിഞ്ഞാൽ സൈറ്റിലൊക്കെ ഒരു മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ സിമെൻറ്റൊക്കെ ഇങ്ങനെ കിടക്കുകയല്ലേ. സിമെൻറ്റ് വെള്ളമൊക്കെ അന്നേരം സിമെൻറ്റൊക്കെ അടിങ്ങിയിട്ട് നിലത്തോടെ അതുപോലെ ഇരിക്കും നമ്മുടെ തല. മാക്സിമം ആഴ്ചയിലൊന്നും അത് വെച്ച് തല കഴുകുവാണെങ്കിൽ കുറച്ചെങ്കിലും മുടി തലയിലിരിക്കും. അവധി ദിവസമായുള്ള എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോകുന്നത് കാരണം ഇങ്ങനെ ഇരുന്ന് വല്ല സിനിമയും കാണാം. പിന്നെ ഒരു കാര്യമില്ലെങ്കിലും ഇങ്ങനെ അങ്ങ് കിടക്കുക. ഇങ്ങനെ മെയിൻ റോഡിൽ നിന്ന് മാറി ഈ സൈഡിലത്തോട്ടുള്ള റോഡിലോട്ടൊക്കെ കയറിയാൽ ഇച്ചിരി തിരക്കൊക്കെ കുറവുണ്ട്, നടക്കാനൊക്കെ രസമുണ്ട്. ഒരു സുഖം, ഒരിച്ചിരി മനസ്സമാനം കിട്ടും. ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് അങ്ങനത്തെ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. റയറായിട്ടാണ് കാണുന്നതെന്ന് മാത്രം. ഈ നടപ്പുള്ള ഇഷ്ടമുള്ള കൂട്ടത്തിലായത് കാരണം എൻ്റെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് ചുമ്മാ ഇറങ്ങി ഗൂഗിൾ മാപ്പ് നടാതെ ഇങ്ങനെ നടന്നു പോകുന്നു. വഴി അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, പക്ഷേ ഒരു ഊഹം വെച്ചായിട്ട് അങ്ങ് പോകും. സ്കൂളാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് പോകുന്ന എനിക്കിട്ട് ചായ കുടിക്കും. മലയാളി കണ്ട കടയാണ്. ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ പോകും. സാധാരണ ദിവസം നമ്മൾ ജോലിക്ക്. ഇതാണ് എൻ്റെ ഓഫീസ്.